ഗിസ്റ്റോയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രണ്ടാം ഓർമ്മ ദിനാചരണം. സിസിടിവിയുടെ സീനിയർ ക്യാമറാമാനായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ ഗിസ്റ്റോയുടെ രണ്ടാം ഓർമ്മ ദിനാചരണം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ കരുണാലയത്തിൽ നടന്നു. കരുണാലയം ആശ്വാസഭവനിലെ അന്തേവാസികളുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കമായത്. മട്ടാഞ്ചേരി കൂനൻ കുരിശ് തീർത്ഥാടന കേന്ദ്രത്തിലെ മാനേജറും സെമിനാരിയിലെ അധ്യാപകനുമായ ബെന്യാമിൻ തോമസ് റമ്പാൻ മുഖ്യാതിഥിയായി. ഗിസ്റ്റോ ഓർമ്മയായെന്ന് നാം വിശ്വസിക്കുമ്പോഴും അവനെ സ്നേഹിക്കുന്നവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവൻ ജീവിക്കുന്നുവെന്ന് ബെന്യാമിൻ തോമസ് റമ്പാൻ പറഞ്ഞു. ചാലങ്കലുകാരാണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ സിസ്റ്റർ വീണ്ടും പറഞ്ഞു ഒരാളിൻ്റെ ഓർമ്മയാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അവരിന്ന് ഇവിടെ വരികയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അല്പസമയം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നത്. കാരണം ഇവർ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസ് അവർകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇവിടെ കണ്ടതായ ദൃശ്യങ്ങളും എല്ലാം മനസ്സിനെ ഏറെ അലിയിപ്പിക്കുന്നതായ ഒരു കാഴ്ചയും കേൾവിയുമായിരുന്നു. ഒരു മനുഷ്യൻ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഈ ഭൗമിക ലോകത്തു നിന്ന് യാത്രയാവുക അതേറെ ദുഃഖകരമായ ഒരു അനുഭവം. സൗഹൃദ കൂട്ടായ്മയിലെ അംഗവും സിനിമാ സംവിധായകനുമായ സാജൻ ബ്രഹ്മകുളത്തിന്റെ സംവിധാനത്തിൽ മനോരമ ന്യൂസ് ചാനൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ CG അനൂപ് രചനയും ജൂനിയർ AR റഹ്മാൻ എന്നറിയപ്പെടുന്ന നിഖിൽ പ്രഭ ആലാപനവും സംഗീതവും നിർവഹിച്ച ഓർമ്മ പുഷ്പങ്ങൾ എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. പോയകലെ ഒരു വാക്കും മിണ്ടാതെ കാലമീ യാത്രയിൽ ചേർത്തൊരു സൗഹൃദം പാതി വഴി തീരും മുന്നേ വീണുടഞ്ഞുവോ. എത്ര നാൾ നമ്മളീ നമ്മളാ കൂട്ടുമായി കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ PG ജയപ്രകാശ് പ്രകാശനം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, സിനിമാ സംവിധായകൻ പ്രകാശ് കുഞ്ഞൻ, CCTV ചാനൽ ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കരുണാലയത്തിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് നൽകുന്ന തുക സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ ചേർന്ന് സിസ്റ്റർ എലിഷിഭ, സിസ്റ്റർ യൂലിറ്റി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ജോസ് മാളിയേക്കൽ സ്വാഗതവും PS ടോണി നന്ദിയും പറഞ്ഞു. രമ്യ സനിൽ ആമുഖ പ്രഭാഷണം നടത്തി. കരുണാലയത്തിലെ അന്തേവാസികളുടെയും സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും കലാവിരുന്നും ഉണ്ടായി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCTV.